ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ക്രിസ്പി ബീഫ് ഫ്രൈ ആണ്. ഇത് നമുക്ക് സ്നാക്കായിട്ടും ബിരിയാണിയുടെ കൂടെ സൈഡായിട്ടും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫ്രൈ ആണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 400 ഗ്രാമോളം ബീഫ് എല്ലില്ലാത്ത പീസ് ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. പച്ചക്കുള്ള ഇറച്ചി ചെറിയ ചെറിയ പീസാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വേവിച്ച ഇറച്ചിയാകുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസാക്കി എടുക്കാൻ പെട്ടെന്ന് പറ്റും. അപ്പോൾ നമുക്ക് അതും വലിയ പീസാക്കിയിട്ട് വേവിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പച്ചക്കുള്ള ബീഫ് തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേവിച്ചെടുത്താലും മതി. ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു കോരിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബീഫ് വേവിച്ച വെള്ളം കളയേണ്ട, നമുക്ക് മസാല മിക്സ് ചെയ്യുമ്പോൾ ആവശ്യം വരും. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ കോൺഫ്ലവറും 2 സ്പൂൺ മൈദയാണ് എടുക്കേണ്ടത്. കോൺഫ്ലവർ കൂടി പോകരുത്. കൂടിക്കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യുമ്പോൾ ഭയങ്കര ഹാർഡായി പോവും. അപ്പോൾ അതുകൊണ്ട് കോൺഫ്ലവർ പാകത്തിന് എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കസൂറി മേത്തിയും നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബീഫ് വേവിച്ച വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. മിക്സ് ചെയ്ത് ഉടനെ തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബീഫിൻ്റെ കുറേ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പറ്റുന്നവരൊക്കെ പോയിട്ട് കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ബീഫ് ഫ്രൈ ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ്. ചൂടായ എണ്ണയിലേക്ക് ബീഫ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബീഫ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്യാതിരിക്കുക. കുറേശ്ശെയായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ആണ്. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി കഴിഞ്ഞാൽ നിമിഷ നേരങ്ങൾ കൊണ്ട് കാലിയാവും. അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ആണ്. ഒരിക്കലെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാക്കി പോകുമ്പോൾ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.